ന്യൂസ് 16 കേരള. ഗൾഫ് മേഖലയിലെ ഉയർന്ന കോൺസുലർ സർവീസ് ചാർജ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രവാസി ലീഗൽ സെൽ. കുവൈറ്റ് സിറ്റി ഗൾഫ് മേഖലയിൽ ഉയർന്ന കോൺസുലർ സർവീസ് ചാർജ് ഈടാക്കാനുള്ള നയം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രവാസി ലീഗൽ സെൽ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാമാണ് നിവേദനം നൽകിയത്. ലക്ഷക്കണക്കിന് തൊഴിലാളികളായ ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും കോൺസുലാർ, പാസ്പോർട്ട്, വിസ നിരക്കുകൾ വളരെ ഉയർന്ന തരത്തിൽ വർദ്ധിപ്പിക്കുവാനുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ തീരുമാനം സാധാരണക്കാരായ പ്രവാസികളെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായ തീരുമാനം അധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗൾഫ് മേഖലയിലെ ഉയർന്ന കോൺസുലർ, പാസ്പോർട്ട്, വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം കേന്ദ്ര സർക്കാരിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ ഉയർന്ന ഈ ഫീസുകൾ, വിസ, കോൺസുലർ സേവനം, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കുള്ള ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ഈ നീക്കം പ്രത്യേകിച്ച് പാവപ്പെട്ട പ്രവാസി തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുകയും കുറഞ്ഞ രീതിയിൽ തന്നെ കോൺസുലർ സർവീസുകൾ പുതുക്കുന്നതിനും ആ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും പാവപ്പെട്ട പ്രവാസികൾക്ക് അവസരം ഒരുക്കണമെന്നാണ് പ്രവാസി ലീഗൽ സെൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ പ്രവാസി ലീഗൽ സെൽ തുടർന്നും പ്രവാസി മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ന്യൂസ് 16 കുവൈറ്റ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.